നമസ്കാരം. മോഹൻലാലും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അഭിമുഖം. ഈ അഭിമുഖത്തിലൂടെ കേരളം ഇതുവരെ കണ്ട് പരിചയിച്ച പിണറായി വിജയനെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇതുവരെ നാം കണ്ട് പരിചയിച്ച പിണറായി വിജയനിൽ മാനുഷികമായ വശം ഒന്ന് പിൻവാങ്ങി നിൽക്കുകയായിരുന്നു. മറിച്ച് പാർട്ടിയുടെയും അതേപോലെ തന്നെ ഒരു കാർക്കശ്യത്തിൻ്റെയും മൃദുലതയില്ലായ്മയുടെയും ഒക്കെ മുഖമായിരുന്നു 2026 ഫെബ്രുവരി 26 വരെ കേരളം കണ്ടുപരിചയിച്ച പിണറായി വിജയൻ. എന്നാൽ ഈ അഭിമുഖത്തിന് ശേഷം വളരെ ലോലഹൃദയനായ, അതുമാത്രവുമല്ല, ഏറ്റവും പ്രധാനം, പിണറായി വിജയനാക്കി മാറ്റിയതിൽ, മനുഷ്യനാക്കി മാറ്റിയതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് രാമായണവും കൃഷ്ണപ്പാട്ടും ഭാരതവും തച്ചോളിപ്പാട്ടും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അതിലേക്കെല്ലാം തന്നെ പരുവപ്പെടുത്തിയത്, തൻ്റെ മാനുഷികമായ ഉദാത്തമായ സ്വഭാവങ്ങളെ പരുവപ്പെടുത്തിയതിൽ തൻ്റെ അമ്മ വഹിച്ച പങ്ക്, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അതേപോലെ തന്നെ മക്കളുമായുള്ള ബന്ധം, സുഹൃത്തുക്കളുമായുള്ള ബന്ധം, മൃഗങ്ങളുമായും പക്ഷികളുമായിട്ടുള്ള ബന്ധം, വീട്ടിനുള്ളിൽ ചെന്നാൽ വെറും സാധാരണക്കാരൻ, ബൗദ്ധികമായ ഔന്നത്യമോ ഉയർന്ന വിദ്യാഭ്യാസമോ ഇല്ലാത്ത സാധാരണക്കാരൻ, ആക്ഷൻ പടം ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ആസ്വാദകൻ. ഇതിലൂടെയൊക്കെ പുതിയൊരു പിണറായി വിജയനെ കേരളം പരിചയപ്പെടുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടുമ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM അവതരിപ്പിക്കുന്നത് ഈ പുതിയ മനുഷ്യനായ പിണറായി വിജയനെയാണ്. പുതിയ മുഖത്തോടു കൂടിയുള്ള ഒരു പിണറായി വിജയനെ അവതരിപ്പിച്ചുകൊണ്ട് മൂന്നാം പിണറായി സർക്കാരിലേക്ക് കാലൂന്നാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് CPM-ഉം ഇടതുപക്ഷവും. മോഹൻലാലും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ആ അഭിമുഖം ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും ആസ്വാദ്യകരമായ ഒരു ടെലിവിഷൻ അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമ ഇനം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. രണ്ടായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് വളരെ ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങൾ നീക്കാൻ അറിയുന്ന PR ഏജൻസിയാണ്. ഒരു സംശയം വേണ്ട. ചിലരൊക്കെ പറയുന്നു ഇത് നികേഷ് കുമാറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരിക്കലും നികേഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഒരു മാധ്യമ പ്രവർത്തന പരിചയം അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരിക്കലും നികേഷ് കുമാറിന് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് ക്യൂറേറ്റ് ചെയ്യാൻ, പരുവപ്പെടുത്തിയെടുക്കാൻ സാധ്യമല്ല. മാത്രവുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം PR ഏജൻസി ഒരു മുഖ്യ കേന്ദ്ര ബിന്ദുവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിക്കുകയും അവരുടെ വോട്ട് പരമാവധി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരികയും ത്രികോണ മത്സരം ഉണ്ടാക്കുകയും BJPക്ക് അത്യാവശ്യം വോട്ട് കൂടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തന്ത്രമാണ് PR ഏജൻസി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഭംഗ്യന്തരേണ ഒരു സന്യാസിയുടെ അംശം തന്നിൽ ഉണ്ടാകുന്നു. പിണറായി വിജയനെ വ്യത്യസ്തനാക്കുന്ന ചില ഭാവങ്ങൾ അതിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നു, രാമായണവും ഭാരതവും ഒക്കെ വായിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആത്മീയമായ വശം, ഒരു സന്യാസിയുടെ ഭാവം, ഒരു മോഹമില്ലായ്മ, ഒരു വൈരാഗ്യം, ഒരു നിർമ്മമത്വം, ഇതൊക്കെ തന്നിൽ, അതായത് ഒരു സന്യാസിയുടെ സ്വഭാവ വിശേഷങ്ങളാണ് പൊതുവിൽ പിണറായി വിജയൻ ആ അഭിമുഖത്തിലൂടെ പുറത്തേക്ക് വിട്ടത്. ഇത് സൂചിപ്പിക്കുന്നത്, അതിലേക്ക് നയിച്ചതാകട്ടെ ഈ ഇതിഹാസങ്ങൾ. ഇത് വളരെ വ്യക്തമായിട്ട് ഒരു ഹിന്ദു മുഖം അല്ലെങ്കിൽ ഒരു ഭാരതീയമായ മുഖം പിണറായി വിജയൻ നമ്മളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഈ PR ഏജൻസിയുടെ വൈദഗ്ധ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ ഭാവങ്ങൾ, എല്ലാ ഭാവങ്ങളും, ഇപ്പം നർമ്മം അസാധ്യമായി ആസ്വദിക്കും. അതേപോലെ മോഹൻലാലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം അമൃതംഗമയ, ഇതൊക്കെ നമ്മൾ മലയാളികൾ നെഞ്ചിലേറ്റിയ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ആ നമ്മൾ നെഞ്ചിലേറ്റിയ കഥാപാത്രങ്ങളെ അതേപോലെ ആസ്വദിക്കുന്ന പിണറായി വിജയൻ അവിടെ നമ്മൾ അറിയാതെ
പിണറായി വിജയനുമായി മാനസികമായി അടുക്കുന്നു. അതുപോലുള്ള അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, അമ്മയുടെ കരുതൽ, ഈ കരുതൽ എന്ന വാക്ക് ഈ അഭിമുഖം ക്യൂറേറ്റ് ചെയ്ത PR ഏജൻസിയോ അതല്ല വ്യക്തിയോ വളരെ ബോധപൂർവം ചില സന്ദർഭങ്ങളിൽ മോഹൻലാലിലൂടെയും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അമ്മയെ പരാമർശിക്കുമ്പോൾ അമ്മയിലൂടെയും അത് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ കരുതൽ എന്നുള്ള ഒരു സ്വഭാവ വൈശിഷ്ട്യം തൻ്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് എന്ന ഒരു സന്ദേശം ഈ അഭിമുഖം കാണുന്ന ഓരോ വ്യക്തികളിലും അവശേഷിക്കും. ഈ അഭിമുഖം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തീരുന്നതുവരെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ആസ്വാദ്യതയുണ്ട്. മോഹൻലാൽ വളരെ മനോഹരമായിട്ട് ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് വൃത്തിയായി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ഒരു അഭിമുഖം മോഹൻലാലിനും വളരെ അനുകൂലമാണ്. കാരണം മോഹൻലാലിലെ ഇറങ്ങാൻ പോകുന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രത്തിൻ്റെ രൂപത്തിലാണ് അദ്ദേഹം ആ അഭിമുഖം നടത്താൻ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ആ കഥാപാത്രത്തിൻ്റെ രൂപം ഇപ്പോഴേ തന്നെ മുദ്രണം ചെയ്യപ്പെട്ടു. അപ്പോൾ അതിന് ഇറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആ കഥാപാത്രത്തിൻ്റെ മുഖം ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ അഭിമുഖം രണ്ടുപേർക്കും എന്നതിനേക്കാൾ ഉപരി CPM-നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ മോഹൻലാലിനും വളരെ അനുകൂലമായി മാറാൻ സാധ്യതയുള്ളതാണ്. രണ്ടായാലും കേരളത്തിന് ഇതുവരെ അറിയാത്ത ഒരു പുതിയ പിണറായി വിജയനെ നമുക്ക് മുമ്പിൽ ഈ അഭിമുഖത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ്.